സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനവും റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേസുകൾ പിൻവലിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗ തീരുമാനം. മഞ്ഞക്കുറ്റികൾ മാറ്റാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. സ്വാഗതം ചെയ്ത് സമരസമിതി. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കാലാവധി തീരുന്ന PSC ലിസ്റ്റുകൾ നവംബർ 31 വരെ നീട്ടും. ചികിത്സാ പിഴവിൽ മരിച്ച വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രിസഭായോഗം. ധനസഹായം പ്രഖ്യാപിച്ചതിൽ ആശ്വാസമെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു അമൃത വാർത്തകളോട്. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയ്ക്ക്. സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പ്, AP അനിൽകുമാറിന് റവന്യൂ, എക്സൈസ് സഹകരണ വകുപ്പുകൾ M ലിജുവിന്, CP ജോണിന് ഗതാഗതം. പ്രതിഷേധത്തെ തുടർന്ന് കൊച്ചി മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ നിർത്തിവെച്ചു. നടപടി ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. മിൽമ പാൽ വില കൂട്ടി. ലിറ്ററിന് 4 രൂപ കൂടും. തീരുമാനം ഇന്നത്തെ മിൽമ ഡയറക്ടർ ബോർഡിൽ. പുതിയ വില ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ. 3 രൂപ 35 പൈസ കർഷകന് ലഭിക്കുന്ന രീതിയിലാണ് വില വർധനയെന്ന് മിൽമ. സർവകലാശാല അധികാര തർക്കത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ചാൻസലറുടെ ഉത്തരവുകൾ സിൻഡിക്കേറ്റിന് വെല്ലുവിളിക്കാനാകില്ലെന്ന് കോടതി. ഉത്തരവ് കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ.